ദാനിയേലിന്റെ പ്രവചനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. ആ വാക്യത്തിലെ ഒരു പ്രയോഗം നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം എന്നതാണ്. രാജാവിനെ പോലും അത് മനസ്സിലായി. നീ സേവിച്ചു വരുന്ന ഒരു ദൈവമുണ്ട്, നീ ഇടവിടാതെ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. രാജാവിൻ്റെ കൽപ്പനകൾ അത്ര സ്ട്രോങ് ആയിരിക്കെ പോലും ദൈവീക കൽപ്പനകൾക്ക് പ്രാമുഖ്യം കൊടുത്ത ദാനിയേലേ, ദൈവം നിന്നെ ആദരിക്കും, നിന്നെ രക്ഷിക്കും. കാരണം നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവത്തിന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും. അതാ രാജാവ് പോലും ഉൾക്കൊണ്ടു. ഞാനും നിങ്ങളും ഇടവിടാതെ സേവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മുടെ ശത്രുക്കൾക്കറിയാമോ? നമ്മുടെ വീട്ടുകാർക്കറിയാമോ? നമ്മുടെ അയൽക്കാർക്കറിയാമോ? നമ്മുടെ മക്കൾക്കറിയാമോ? നമ്മുടെ സ്നേഹിതന്മാരായ ആളുകൾക്കറിയാമോ? ഞാനും നിങ്ങളും ദൈവത്തെ ഇടവിടാതെ സ്നേഹിക്കുന്നുവെന്നും സേവിക്കുന്നുവെന്നും അവർക്ക് ബോധ്യമായെങ്കിൽ എത്ര അനുഗ്രഹീതമാണ് നമ്മുടെ ജീവിതം. ദാനിയേലിനെ കുറിച്ച് ആ രാജാവിന് ബോധ്യമായത് അത് തന്നെയാണ്, ഇടവിടാതെ സേവിക്കുന്ന ഒരു ദൈവം.